ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 എണ്ണ, തേങ്ങ, കടുക്, മുളക് പൊടി, ഉപ്പ്, അല്പം പിഴിപുളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 2 തണ്ട് കറിവേപ്പില. ഗ്യാസ് കത്തിച്ച് മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഉള്ളി അല്പം വരണ്ടു. ഇനി നമ്മൾക്ക് ഓരോരോ മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും വരട്ടുക. ഇപ്പോൾ മസാലകളെല്ലാം വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ 1 കപ്പ് പുളിവെള്ളം, ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലവണ്ണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് വേകാൻ അനുവദിക്കും. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. അത് വേകുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. പാൻ ചൂടായി. 1 കപ്പ് തേങ്ങ വറുത്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കുക. നമുക്ക് തേങ്ങ നല്ലവണ്ണം വറുത്ത് ബ്രൗൺ കളറായിട്ട് എടുക്കുക. തേങ്ങ വറുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സ്മെല്ല് നല്ലവണ്ണം കിട്ടും. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ തേങ്ങ വേഗം വരണ്ടു വരും. തേങ്ങ ഇപ്പോൾ കുറച്ച് ബ്രൗണായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം ബ്രൗണാക്കി വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ലവണ്ണം ബ്രൗണായി വന്നു. അതിൻ്റെ സ്മെല്ല് നമുക്കറിയാം. ഇപ്പോൾ ഇത് തണുപ്പിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളി വെന്തു പാകത്തിനായി. ഞാൻ വറുത്തെടുത്ത ആ തേങ്ങ അരച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങി. ഒരു 5-10 സെക്കൻഡ് അത് തിളച്ചതിന് ശേഷം അത് ഇളക്കി വെച്ച് നമുക്ക് വാങ്ങാം. ഉള്ളിത്തീയൽ റെഡിയായി. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്.